ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെന്ന്. അപ്പോൾ ഞാൻ ഇന്നൊരു നല്ലൊരു ഡിഷാണ് നിങ്ങൾക്കായിട്ട്, ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോസ്, ലെങ്തി വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ട് ഷോർട്സ് ആണ് കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസ് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ആൾക്കാരില്ല. അപ്പോൾ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആരും കാണാനില്ലാതിരിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, വീഡിയോ ഇടാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ടൊരു ഒരു വിഷമമുണ്ട് താനും. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വീഡിയോസ് വീണ്ടും വീണ്ടും ഇടാനായിട്ടുള്ളൊരു പ്രചോദനം തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് എന്തായാലും സമയം ഞാനിങ്ങനെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുന്നേയൊക്കെ ചിക്കൻ കറിയുടെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് വേറൊരു ടേസ്റ്റും വേറെ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ഓൾറെഡി ഞാൻ പാന് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അറിയാമല്ലോ, എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കണം, അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ സവാള ഞാൻ ചോപ്പ് ചെയ്തതാണ്. ഇപ്പോൾ പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചിക്കൻ കറി വയ്ക്കുമ്പോഴൊക്കെ ഈ ചോപ്പറിൽ ജസ്റ്റ് ചോപ്പ് ചെയ്താണ് എടുക്കാറുള്ളത്. അല്ലാതെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവത്തില്ല. അപ്പോൾ എനിക്ക് ഇതാകുമ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും, നല്ല ഗ്രേവി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള ഉള്ളി ഒരു 3/4 കിലോ, ഏകദേശം ഒരു 5 സവാള ഉള്ളിയാണിത്. ഇത് ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ചിക്കൻ കറി ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കണം. സവാള ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ സവാള ഉള്ളി നന്നായിട്ട് വഴന്ന് വരണമെങ്കിൽ നമ്മൾ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ട് മൊത്തത്തിൽ. അപ്പം നമുക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഉപ്പ് മതിയാവുമെന്ന്. അപ്പം 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കാം. ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ സവാള ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടിടാനായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മുടെ
നമ്മുടെ സവാള ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇടാനുള്ള ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ചതച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പച്ചമുളക് ഇടുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ച് നമുക്ക് ചേർക്കാം. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് മുമ്പ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയാണ്. അമ്മ സവാള വഴറ്റിയതിന് ശേഷമാണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ ആദ്യം തന്നെ എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇട്ട് നമ്മൾ നല്ലൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം സവാള ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് അമ്മ എപ്പോഴും ചെയ്യാറുള്ളത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. മിക്കവാറും ആൾക്കാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. പക്ഷേ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇടുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ഇടുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തിടുന്നേ ഉള്ളൂ. നമുക്കൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഉള്ളി നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി നമ്മുടെ സവാളയൊക്കെ നമ്മുടെ ചിക്കൻ്റെ കൂട്ടത്തിൽ കിടന്ന് അങ്ങനെ വെന്തോളും. ചിക്കൻ വേവുമ്പോഴേക്കും നമ്മുടെ സവാളയ്ക്ക് കറക്റ്റ് നല്ല ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയിലോട്ട് വന്നോളും. ഞാനിതാ ചിക്കൻ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ ഉപ്പിടേണ്ട, നമ്മൾ ഓൾറെഡി ഉപ്പിട്ടത് കാരണം ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവണം. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നോളും. ആവശ്യമുള്ള വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും.
അപ്പോൾ ഇനി നമുക്കിനി അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലൈറ്റായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതിലോട്ട് മെയിൻ ആയിട്ടുള്ള ഐറ്റം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ്. ചെറിയ തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഇത് അതിലോട്ട് ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വെക്കുന്ന ചിക്കൻ കറി എങ്ങനത്താണെന്ന്. നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കണ്ട. ഇപ്പോൾ ഈ അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. ഓൾറെഡി നമ്മുടെ ചിക്കനിൽ ആവശ്യം പോലെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് 1-2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് പെപ്പർ. പെപ്പറാണ് ഞാൻ എരിവിനായിട്ട് ഇതിൽ പെപ്പറാണ് ചേർക്കുന്നത്. അപ്പോൾ പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ പെപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പച്ചമുളക് ഉണ്ടല്ലോ, അതുള്ളത് കാരണം ഞാൻ ഒരു 2 സ്പൂൺ പെപ്പറും എരിവിനായിട്ട് പെപ്പറും പിന്നെ പച്ചമുളകും ഇത് രണ്ടുമാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 2 ചെറിയ സ്പൂണാണ്. ഒരുപാട് പെപ്പർ കൂടിയാലും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ ഒരുപാട് എരിവായാലും പ്രശ്നമാണ്. അപ്പോൾ 2 സ്പൂൺ അളവിൽ പെപ്പർ ചേർത്തിട്ടുണ്ട് ഞാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് അധികം കരിച്ച് കളയാൻ പാടില്ല. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് സാധാരണ നോർമലി നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ചേർക്കുന്ന ഐറ്റംസാണ് ഇനിയെല്ലാം. ഒരല്പം പട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം പെരുംജീരകം, 2 ഏലക്ക, ഇതിൽ 1 ഗ്രാമ്പൂ, പിന്നെ ഒരു അല്പം തക്കോലം കുറച്ച് ഇടുന്നുണ്ട്. ഒരുപാട് മസാല ആയാലും ശരിയാകത്തില്ല. അപ്പോൾ ഞാനിതിലോട്ട് ചേർത്തിട്ടുള്ളത് 1 ബൗൾ തേങ്ങ, ഒരല്പം ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകം, 2 സ്പൂൺ ചെറിയ സ്പൂൺ പെപ്പർ, പട്ട, പിന്നെ 1 ഗ്രാമ്പൂ, 2 ഏലക്ക, തക്കോലത്തിൻ്റെ പകുതി, ഒരു തക്കോലം എടുത്തിട്ട് അതിൻ്റെ പകുതി. ഇത് ഇത്രയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരിക്കൽ കൂടെ പറയാം, ഞാനിത് എടുത്തിട്ടുള്ളത് 1 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ടീസ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരല്പം പട്ട വളരെ കുറച്ച് ഇടാവുള്ളൂ. പട്ട പിന്നെ 1 ഗ്രാമ്പാണ് ഇട്ടിട്ടുള്ളത്, പിന്നെ 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. തക്കോലം 1ൻ്റെ പകുതി, തക്കോലം മീൻസ് പൂ പോലെ ഉണ്ടല്ലോ സ്റ്റാർ, അതിൻ്റെ തന്നെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കണം നമുക്ക്. ഇത്രയുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ഗ്രേവിക്കായിട്ടുള്ള ഐറ്റംസാണിത്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം.
ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ വെന്ത് നല്ല ഗ്രേവിയൊക്കെ നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഈ സമയം നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡിയായി വേണ്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരല്പം കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ആയത് കാരണം തന്നെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒന്ന് വെള്ളം മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ റെസിപ്പി, സൂപ്പർ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കി നോക്കാം. ഫൈൻ. ഇനി ഇതിൽ നമുക്ക് ഒന്ന് രണ്ടല്ല ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേകുന്ന വരെ ഒന്ന് അരപ്പൊക്കെ അതിൽ പിടിച്ച് ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയിൻ ഐറ്റമാണ് നമ്മളെ കുറച്ച് മല്ലിയില. കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പെപ്പർ ചിക്കൻ കറക്റ്റാണ്, ഉപ്പെല്ലാം കറക്റ്റ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല വറുത്തരച്ച പെപ്പർ ചിക്കൻ, തേങ്ങയും എല്ലാമായിട്ട് വറുത്തരച്ച് നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി. പൊറോട്ട ആയിട്ടൊരു പിടി അങ്ങോട്ട് പിടിക്കുക. എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞങ്ങളെപ്പോലുള്ള കൊച്ചു ചാനൽസിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.